ലക്ഷ്മി ചേച്ചി വന്നിട്ടും നിനക്കൊരു സന്തോഷമില്ലേ? നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? എനിക്ക് സന്തോഷമുണ്ട്. ചേച്ചിയെ കണ്ടപ്പോ എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ മറന്നതാ. പക്ഷെ എനിക്കിപ്പോ വല്ലാത്തൊരു പേടി തോന്നുന്നു. പേടിയോ? എന്തിന്? എന്റെ ഈ അവസ്ഥ ചേച്ചി എങ്ങനെ തിരിച്ചറിഞ്ഞാലോ? ചേച്ചിയായിട്ട് തന്നെ ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിലും വിഷമം കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നുള്ള പേടിയുണ്ട് എനിക്ക്. ആലോചിക്കുമ്പോ എന്റെ നെഞ്ചെടുപ്പ് കൂടുക. ലക്ഷ്മി ചേച്ചി ഞാൻ ഗർഭിണിയാണെന്നും ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ലെന്ന് മനസ്സിലായ എന്താവും അവസ്ഥ? ചേച്ചിയുടെ കല്യാണം തന്നെ മുടങ്ങിപ്പോയില്ലേ? എനിക്കത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല പാറു. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ ചേച്ചിയുടെ കൂടെ സന്തോഷമായിട്ടിരിക്കാൻ നോക്ക്. ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കണോ? ഞാൻ വിചാരിച്ചു ചേച്ചി വന്ന സ്ഥിതിക്ക് ഇനി ലക്ഷ്മിയുടെ അടുത്തുനിന്ന് പാറു മാറില്ല എന്നായിരുന്നു. അല്ല, അത് പിന്നെ പാറു, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് യഥാർത്ഥ അർത്ഥമുണ്ടാവണത്. നീ ഇപ്പോഴും നിന്റെ സങ്കടങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് സ്വയം ഉരുകുകയാണ്. അതിനു പകരം നിന്റെ കൂടെ ഈ ഒരു ദിവസം മുഴുവൻ ചെലവാക്കാൻ കഴിയുമ്പോ നിന്റെ ചേച്ചിക്ക് ലഭിക്കണ ഒരു വലിയ സന്തോഷമുണ്ടല്ലോ, അതിനെപ്പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ സന്തോഷം കെടുത്താൻ നിനക്ക് അവകാശമില്ല. സേനൻ ചേട്ടൻ പറഞ്ഞതാ ശരി. എന്റെ സങ്കടം എന്തുമാത്രം പ്രശ്നം. എന്റെ ചേച്ചിക്ക് വേണ്ടി അവള് ഈ ഹോസ്റ്റലിൽ വിട്ട് പോകുന്നവരെയെങ്കിലും എനിക്ക് സന്തോഷം അഭിനയിക്കാൻ കഴിയണം. ഞാൻ വരാം. ആ വാ. അവൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ജോലിക്ക് വരുമ്പോ അവൾ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു പൂമ്പാറ്റെ പോലെ എപ്പോഴും പാറി നടന്നിരുന്നവളാ. എപ്പോഴും ഹാപ്പി ആയിരുന്നു. പക്ഷെ കുറച്ചു കാലമായിട്ട് അവൾ ആകെ മാറിപ്പോയി. കുറെ കാലത്തിന് ശേഷം അവളൊന്ന് ചിരിച്ചു കണ്ടത് ഇപ്പോ ലക്ഷ്മിയെ കണ്ടപ്പോഴാ. അവള് മനഃപൂർവ്വം എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അധികം വൈകാതെ പാറു ഇങ്ങനെ പെരുമാറുന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. പാറുവിന്റെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാമോ? എന്നാലൊന്ന് പറ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. അധികം വൈകാതെ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന സത്യം നിങ്ങളുടെ മുന്നിൽ വരും. അല്ലേട്ടാ, ഇവന് ശരിക്കും പാറുവിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവന് ശരിക്കും പാറുവിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമായിരിക്കും. ചേച്ചി, എന്താ പറ്റിയത്? വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ക്ഷീണം തോന്നുന്നുണ്ടോ? അതൊന്നുമില്ല മോളെ. ഇന്നലെ രാത്രി മുതല് ചെറിയൊരു പനിയും തലവേദനയും ഉണ്ടായിരുന്നു. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നതിന്റെ സൈഡ് എഫക്ട്സാ. വയ്യെങ്കി ചേച്ചി എന്തിനാ വന്നത്? ഭൂമിക മാഡം ലീവ് തരുമല്ലോ. മാഡം ലീവ് തരുമായിരിക്കും. പക്ഷേ എനിക്കെടുക്കാൻ തോന്നിയില്ല. ഇന്ന് ലക്ഷ്മിയും കൂടി വരുന്നത് കൊണ്ട് ഗംഭീരമായൊരു സദ്യ ഒരുക്കണോന്ന് ഭൂമിക മാഡം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. മാഡം കാറ്ററിംഗ്കാരെ ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോ എല്ലാം ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് ഏറ്റെടുത്തത് ഞാൻ തന്നെയാ. എന്നെ വിശ്വസിച്ച മാഡം കാറ്ററിംഗ് വേണ്ടാന്ന് വെച്ചത്. എന്നിട്ടിപ്പോ ഞാൻ എങ്ങനെയാ മോളെ ലീവ് എടുക്ക?
എന്നിട്ട് ഇങ്ങനെ വയ്യാതെ നിന്ന് പണിയെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ചേച്ചി ഈ അവസ്ഥയെ കണ്ട ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാൻ പോകുന്നത് ഭൂമിക മാഡായിരിക്കും. അതെ, സിസിലി ചേച്ചി മുറിയിൽ പോയി നന്നായിട്ട് വിശ്രമിക്ക്. കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ച് നല്ലൊരു ഉറക്കം പാസാക്ക്. സദ്യയുടെ കാര്യം ഞങ്ങൾ ഏറ്റു. അയ്യോ, അതൊന്നും വേണ്ട മക്കളെ. നിങ്ങൾക്ക് ഇതൊന്നും ശീലമില്ലല്ലോ.